സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ താരമായിരിക്കുന്നത്. പ്രത്യേക രുചിയൊന്നുമില്ലെങ്കിലും വില കൊണ്ട പഴങ്ങളിലെ രാജാവെന്നാണ് ഈ വിഭവം അറിയപ്പെടുന്നത്. വിയറ്റ്നാമിൽ നിന്നെത്തിയ ഗാക് ഫ്രൂട്ട് അപൂർവമായിട്ടാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങി 4 കളറുകളിൽ വളരുന്ന ഒരു വിയറ്റ്നാമീസ് ഉൽപ്പന്നം. വയനാട്ടിൽ ഗാക് ഫ്രൂട്ടിന് ഡിമാൻഡ് ഏറുകയാണ്. പുൽപ്പള്ളി മുള്ളംകൊല്ലി ഇരിപ്പൂട് സ്വദേശിയായ സെബാസ്റ്റ്യന് ബംഗളൂരുവിൽ നിന്നാണ് ഗാക് ഫ്രൂട്ട് എന്ന ആശയം ലഭിക്കുന്നത്. വിയറ്റ്നാമിലുള്ള സുഹൃത്തുമായി ബന്ധപ്പെട്ട് വിത്തുമൊപ്പിച്ചു. കേരളത്തിൽ വളരില്ല എന്നാണ് കരുതിയതെങ്കിലും ചുരുങ്ങിയ മാസം കൊണ്ട് ഗാക് ഫ്രൂട്ട് വളർന്നു. ചെറിയ ഗാഗിന് 700 ഗ്രാം വരെ തൂക്കമുണ്ട്. സാമാന്യം വലിപ്പമുള്ളതിന് 1 കിലോയ്ക്ക് മുകളിലും. 1500 രൂപയാണ് കിലോയ്ക്ക് വില. വിത്ത് കിട്ടിയാൽ അത് വെള്ളത്തിലിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 36 മണിക്കൂർ എടുത്തു വെച്ച് ആ വെള്ളം വലിഞ്ഞതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഈ വിത്ത് മുളയ്ക്കുള്ളൂ. ഇതിപ്പോൾ നമ്മളിവിടെ ഇത് പ്രാദേശികമായിട്ട് തന്നെ സുഹൃത്തുക്കളും ഇതിനെപ്പറ്റി അറിയാവുന്നവരെല്ലാം മേടിക്കുന്നുണ്ട്. അല്ല പുറത്തേക്കുള്ളൊരു ഓർഡർ നോക്കിയിട്ടില്ല. ഇതിൻ്റെ വിപണനമുള്ളത് കോഴിക്കോട് ലുലു മാളിലും എറണാകുളം ലുലു മാളിലുമാണ്. പഴമായും പച്ചക്കറിയായും ഒരേ സമയം ഗാക് ഫ്രൂട്ട് ഉപയോഗിക്കാം. ചെടിയുടെ ഇല ഇലക്കറികൾക്കും വേര് കഷായങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. 15 വർഷം വരെ ഒരു ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കും. ആൺപൂവും പെൺപൂവും പരാഗണം ചെയ്താണ് ഗാക് ഫ്രൂട്ട് വളരുന്നത്. ഇത് ആദായകരമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇതിന് ഈ വില ഉള്ളത് കൊണ്ട് നമുക്ക് കാർഷിക മേഖലയിൽ ജോലിയില്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാൻ നല്ലതാണ്. വിറ്റാമിൻ സി ഉള്ളതിനാലാണ് സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്നത്. നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് ഗാക് ഫ്രൂട്ടിന് അനുയോജ്യം. ചാണകവും വെള്ളവും മാത്രമാണ് ഇതുവരെ വളമായി നൽകിയത്. കീടങ്ങളേൽക്കാതിരിക്കാൻ ബന്ദിപ്പൂവും നട്ടിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി വിജയിച്ചതോടെ ഗാക് ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.